ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന ഡൽഹി കേവലം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങൾ കൊണ്ട് മാത്രം ഫേമസ് ആയതല്ല. 50 രൂപയുടെ ഡ്രസ്സ് കിട്ടുന്ന സരോജിനി മാർക്കറ്റ് മുതൽ 5 ലക്ഷത്തിന്റെ ലെഹങ്ക കിട്ടുന്ന ചാന്ദ്നി ചൗക്ക് വരെ ഓരോ കഥകളാണ് നമ്മളോട് പറയാനുള്ളത്. ഡൽഹി മാർക്കറ്റ് സീരീസിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് 17ാം നൂറ്റാണ്ടിൽ, അതായത് മുംതാസിന്റെ കാലത്ത് ആരംഭിച്ച ചാന്ദ്നി ചോക്ക് മാർക്കറ്റിലാണ്. വെള്ളിയാഭരണങ്ങൾ തേടി ദരീബാ കാലം വഴി നടക്കുമ്പോൾ എവിടുന്നോ നല്ല നെയ്യിന്റെ വാസന വരും. ദ ഓൾഡ് ഫേമസ് ജലേബി വാലയിലെ സമോസയും ജലേബിയും വറക്കുന്ന മണമാണ്. ലെഹങ്ക കടകൾ കണ്ട് നടന്ന് ക്ഷീണിച്ചാൽ ഗലി ഖണ്ഡേ വാലയിൽ നിന്നൊരു ദഹി പുച്ക. അതുപോലെ തന്നെ ലോകത്തിലെ ഒരേ ഒരു ചാരിറ്റി റൺ ബേർഡ് ഹോസ്പിറ്റലും ഏഷ്യയിലെ ഏറ്റവും വലിയ സ്പൈസ് മാർക്കറ്റായ ഖരി ബാവോലിയും കണ്ട് അങ്ങനെ നടക്കാം. ജമാ മസ്ജിദ് സ്ട്രീറ്റിലെ കരീംസിൽ നിന്നും മസ്ലം ചിക്കനിൽ നിന്നും കഴിച്ച് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി നല്ലതൊക്കെ കണ്ടു കഴിയുമ്പോൾ മാത്രമേ ചാന്ദ്നി ചൗക്കിന്റെ യഥാർത്ഥ രസം മനസ്സിലാവുള്ളൂ. വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് സാവൻ. ഇന്ന് ഒരു മഴ ദിവസമാണ്. ഞങ്ങൾ നിൽക്കുന്നത് ഓഖ്ല ബേർഡ് സാഞ്ചുറി മെട്രോ സ്റ്റേഷനിൽ. അപ്പോൾ നോയിഡയിൽ നിന്ന് ഓഖ്ല ബേർഡ് സാഞ്ചുറി മെട്രോ സ്റ്റേഷൻ വന്ന് അവിടെ നിന്ന് കാൽക്കാജി മന്ദിറിലേക്കുള്ള ഒരു മെട്രോ പോയി അവിടെ ഇറങ്ങി വീണ്ടും അടുത്ത മെട്രോ കയറിയാലാണ് നമുക്ക് ചാന്ദ്നി ചോക്കിൽ പോകാൻ പറ്റുക. റെഡ് ഫോർട്ടിലേക്കുള്ള സ്റ്റേഷനായ ലാൽ കിലയിൽ ഇറങ്ങിയിട്ട് വേണം ചാന്ദ്നിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇന്ന് ചാന്ദ്നി ചോക്കിലെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഞങ്ങൾ വീഡിയോ എടുത്തു കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ ഒരാൾ തിരിച്ചു വിളിച്ചു. ഇനി വീഡിയോ എടുത്ത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറയുകയാണോ എന്ന് ഓർത്തു. പക്ഷെ ഞങ്ങളെ എട്ടിച്ചുകൊണ്ട് പുള്ളി ചോദിച്ചു ആളുടെ ഒരു വീഡിയോ കൂടെ എടുക്കാവോന്ന്. അടിപൊളി, ഞങ്ങൾ ഹാപ്പി, ആളും ഹാപ്പി. വീഡിയോ വരുമ്പോൾ പറയണമെന്ന് പറഞ്ഞ ഐഡിയ ഒക്കെ ചോദിച്ചു വാങ്ങി. മഴ ആയതുകൊണ്ടാവും ഇന്ന് മെട്രോയിൽ നല്ല തിരക്കാണ്. പൊതുവെ തിരക്കുണ്ടെങ്കിലും മാനേജ് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഒരു രക്ഷയില്ല. ഡ്രെയിനേജ് സിസ്റ്റം അത്ര പോരാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു മഴ പെയ്താൽ തന്നെ റോഡിൽ വെള്ളം കയറും. അതുകൊണ്ട് ഈ മഴയത്ത് എവിടെയെങ്കിലും കറക്റ്റ് സമയത്ത് എത്തണമെങ്കിൽ മെട്രോ തന്നെ വേണം. അല്ലെങ്കിൽ മണിക്കൂറുള്ള ട്രാഫിക് ജാമിൽ കിടക്കും. നിങ്ങൾ ഈ കാണുന്നത് നോയിഡ ഡൽഹി ബോർഡറായ കാളന്തി കുഞ്ചിലെ ബ്ലോക്കാണ്. അതുപോലെ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന ജാമിയ മിലിയ ഇസ്ലാമിയ കോളേജെല്ലാം പോകുന്ന വഴി കാണാം. റോഡ് വഴി പോണ പോലെയല്ല, മെട്രോയിൽ പോകുമ്പോഴാണ് ഈ സിറ്റി എത്ര കൺജസ്റ്റഡ് ആണെന്നും എത്ര അധികം ആൾക്കാരാണ് ഇവിടെ തിങ്ങി ഞെരുങ്ങി താമസിക്കണമെന്നും മനസ്സിലാവുന്നത്. ചാന്ദ്നി ചോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വെഡ്ഡിങ് ഷോപ്പിംഗ് ആണ്. എന്നാൽ അതിൻ്റെ മെയിൻ ലെയിനിലൂടെ അല്ലാതെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതുപോലെ കൊച്ചു കൊച്ചു ഗലികളുണ്ട്. ഇലക്ട്രോണിക്സും ഫുഡും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുള്ള മാർക്കറ്റ്. നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ ഒരു ബേർഡ് ഹോസ്പിറ്റൽ അന്വേഷിച്ച് വന്നതാണ്. അതുപോലെ ലോകത്തിലെ തന്നെ ഒരേ ഒരു ചാരിറ്റിയിൽ റൺ ചെയ്യുന്ന ബേർഡ് ഹോസ്പിറ്റലാണ് ചാന്ദ്നി ചോക്കിലെ ജെയിൻ ടെമ്പിളാർ നടത്തുന്നത്. അപ്പോൾ അത് അന്വേഷിച്ചിട്ടുള്ള വഴിയിലൂടെ ആയിരുന്നു. മഴയുള്ളതുകൊണ്ട് ഗലിയൊക്കെ ഇച്ചിരി വൃത്തികേടാണ്. എന്നാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് പോവാണ്. അവിടെ വീഡിയോ ഒക്കെ അലൗഡ് ആണോ എന്നൊന്നും അറിയില്ല, നമുക്ക് പോയി നോക്കാം. ശ്രീ ദിഗംബർ ജെയിൻലാൽ മന്ദിറിനുള്ളിലായിട്ടാണ് ഈ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. 1929 സ്റ്റാർട്ട് ചെയ്തെങ്കിലും 1950കളിലാണ് ഇതിന്റെ പ്രവർത്തനം മന്ദിറിനുള്ളിലേക്ക് മാറ്റിയത്. സംഭാവനകൾ മാത്രം ഉപയോഗിച്ചാണ് ഈ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നതെങ്കിലും ICU, ഓപ്പറേഷൻ തിയേറ്റർ, പ്രത്യേക വാർഡുകൾ, ലാബ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. पक्षियों का धर्मार्थ चिकित्सालय जो जैन मंदिर के अंडर चल रहा है, यह 1929 का स्टार्ट है. यहाँ 3 किस्म से इलाज किया जाता है. जैसे पक्षी को लेके आता है तो उसको भर्ती करते हैं और उसको कह देते हैं भाई आपको वापस नहीं मिलेगा. ठीक होने के बाद हम लोग इसको फ्री कर देते हैं. कुछ ऐसे पक्षी होते हैं जो उनके पालतू पक्षी होते हैं, उनको इलाज करते हैं और दवाइयाँ फ्री दी जाती हैं. और हमारे पास फ़ोन भी आते हैं कि हमारा पक्षी बीमार है, क्या दवाई देनी है, तो उसको दवाई भी बताते हैं. തത്ത, മൈന, കുയില്, കാക്ക, മയില് എന്ന് തുടങ്ങി വവ്വാല് വരെ ഉണ്ട് ഇവിടെ. എന്തെങ്കിലും പരിക്ക് പറ്റി വഴിയിൽ നിന്ന് കിട്ടുന്ന കിളികളെ ചികിത്സിച്ച് സുഖപ്പെടുത്തി പൂർണ്ണ ആരോഗ്യമായി കഴിഞ്ഞാൽ പറത്തിവിടും. ഇനി വളർത്തു പക്ഷികളാണെങ്കിൽ ചികിത്സിച്ച് ഭേദാക്കി ഓണേഴ്സിന് തിരികെ കൊടുക്കും. ഫോൺ വഴി കോണ്ടാക്ട് ചെയ്ത് പക്ഷികളുടെ രോഗവിവരം അറിയിക്കുകയാണെങ്കിൽ മരുന്നുകളും പറഞ്ഞു കൊടുക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ബേർഡ് ഹോസ്പിറ്റലുകളിൽ ഒന്നാണ് ഇവിടെ. പരിക്കേറ്റ പക്ഷികളെ മാത്രമായിട്ട് ചികിത്സിക്കുന്ന, അതും ചാരിറ്റിയിൽ റൺ ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ ലോകത്ത് തന്നെ വളരെ വിരളമാണ്. അപ്പോൾ ഇവിടുത്തെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു കടയാണ് ഓൾഡ് ഫേമസ് ജലേബി വാല. ഇവരുടെ 60 ഗ്രാം ജിലേബിയും പിന്നെ 100 ഗ്രാം ജിലേബിയും 60 ഗ്രാം റബഡിയും കൂടെ 100 രൂപയാണ് വില. പക്ഷേ
ഭയങ്കര ക്രിസ്പിയും ചൂടുമുള്ള ജിലേബീൻ്റെ അകത്ത് നല്ല തണുത്ത റബടി. ഇതിന് 100 രൂപ കൊടുത്താലും ഒരു നഷ്ടമില്ല. ചാന്ദിനി ചൗക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ നടക്കുന്ന വഴി കൂടെ ഒന്നും വണ്ടികൾ അലൗഡ് അല്ല. ആകെ ഈ റിക്ഷാസ്, സൈക്കിൾ റിക്ഷാസ് പോലെയുള്ള വണ്ടികൾ മാത്രമേ കയറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നടന്നു പോകാം. അതുപോലെ തന്നെ 40 രൂപയോ 50 രൂപ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ജമാ മസ്ജിദിൻ്റെ സൈഡിൽ കൊണ്ടുവന്നത്, കാരണം സ്ട്രെയിറ്റ് റോഡാണ് അങ്ങോട്ട്. അപ്പോൾ ഇപ്പോൾ ഓൾഡ് ഫേമസ് ജിലേബി വാലയുടെ ജിലേബിയും റബഡിയും എല്ലാം കഴിച്ചിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഗലി ഖണ്ടേവാലയുടെ അടുത്താണ്. പണ്ട് കാലത്ത്, അതായത് 1790 ഇത് തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ മുമ്പിലൊരു വലിയ മണി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മണി ഉപയോഗിച്ച് ആളുകളെ ആകർഷിച്ചിരുന്നുകൊണ്ടാണ് ഇതിന് ഖണ്ടേവാലി എന്ന് പേര് വന്നത്. അതും ഇവരുടെ ഗോതമ്പും റവയും അതുപോലെ തന്നെ നട്ട്സ് ഒക്കെ ഇട്ടുണ്ടാക്കുന്ന സോഹൻ ഹൽവ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഫേമസ് ഒരു ഹൽവയായിരുന്നു. ആ ഹൽവ കൊണ്ട് മാത്രമാണ് ആ കട ഒത്തിരി ആളുകളിലേക്ക് എത്തുന്നത്. ഇപ്പോഴും ആ കടയുടെ പണ്ടത്തെ ആ ഹൽവയുടെ രുചിയെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. 2015 ഇടയ്ക്ക് വെച്ച് കട കുറച്ച് നാളത്തേക്ക് അടച്ചിട്ടെങ്കിലും വീണ്ടും ഇപ്പോൾ അവർ അത് നവീകരിച്ചിട്ട് വീണ്ടും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് ഗലി ഖണ്ടേവാലിയിലേക്കാണ്. ഏതാ വേണ്ടേ? അല്ല, പൂരി ഉള്ളതല്ലേ വേണ്ടത്? എഗ് ദഹി പുച്ക, നമ്മുടെ പാനിപൂരിയുടെ പൂരി, പാനിപൂരിയുടെ ബോള്. ഇത് ഭയങ്കര രസമുള്ളൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ബോളായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇതാണ് സോഹൻ ജെയിൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഫൗണ്ടർ. അപ്പോൾ ഇദ്ദേഹമാണ് സോഹൻ ഹൽവ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തതും അതുവഴിയാണ് ഈ കട ഫേമസ് ആയെന്ന് പറഞ്ഞില്ലേ. ഇത് കണ്ടോ, രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും റിസപ്ഷന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഹൽവകൾ ഡെലിവറി ചെയ്യും. അതിന് കിട്ടിയ പ്രൈസാണ് അതായത് അന്നത്തെ കാലത്തെ 30 രൂപ കൊടുത്തതിൻ്റെ ചെക്കാണ് ഈ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. രാജീവിന്റെ സോണിയുടെ റിസപ്ഷന് ഡെലിവറി ചെയ്തു ഈ ഫുഡ്. ഇവിടെ ഏറ്റവും ഇഷ്ടം, ഡൽഹിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്ന് വെച്ചാൽ ഈ പാനിപ്പൂരിക്ക് പകരം തൈര് ഒഴിച്ചിട്ടുള്ള സാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. ദഹിപൂരി എന്ന് പറയും. ഇത് പുറത്ത് 60 രൂപ 30 രൂപയൊക്കെ ഉള്ളൂ. ഇവിടെ എനിക്ക് 120 രൂപയാണ്. പക്ഷെ കണ്ടിട്ട് നല്ല ക്രീമി ആയിട്ട് ഇരിപ്പുണ്ട്. ഫുഡ് സ്പോട്ടുകളുടെ എക്സ്പ്ലോറേഷന് കുറച്ച് നേരത്തേക്ക് ബ്രേക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ഇനി കുറച്ച് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സ്ഥലത്തേക്ക് പോവാണ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നതാണ് ഖാരി ബൗലി. അതായത് ചാന്ദിനി ചോക്കിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സ്പൈസ് മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി ദൂരം പോകാനുള്ളതുകൊണ്ട് നമ്മളൊരു സൈക്കിൾ റിക്ഷ എടുത്തു. ഇങ്ങനത്തെ റിക്ഷയാണ്. 20 രൂപ 30 രൂപയൊക്കെയാണ് റേറ്റ് ഉള്ളൂ. ഭയ്യ आपका नाम क्या है? हाँ, മഴ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരൊക്കെ റിക്ഷ എടുക്കും. എന്നാലും ഇവർ മഴ നനഞ്ഞിട്ട് വേണം ഇതൊക്കെ ഓടിക്കാൻ. പിന്നെയുള്ള ബാറ്ററിയുടെ ഈ റിക്ഷ ഉള്ളവർക്ക് കുഴപ്പമില്ല, കുറച്ച് കവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇത്രയും വെയിറ്റ് ഒക്കെ വെച്ച് നമുക്കും കുറേ ദൂരം ഉള്ളതുകൊണ്ടാണത്, വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മളിത് കയറിയത്. അല്ല, എനിക്കും അങ്ങനെയാണ്. എനിക്ക് ഇലക്ട്രോണിക്കിൽ പോകുന്ന കണക്കല്ല, ഈ ഇവരെ കൊണ്ട് ഇങ്ങനെ ചവിട്ടി പോകുമ്പോഴേ നമുക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷെ എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേറെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടും നല്ല ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞപ്പോൾ നമുക്ക് നടന്നു പോകാനാണെങ്കിലും ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ചൊരു സമാധാനം എന്ന് പറഞ്ഞാൽ വഴി നല്ല സ്ട്രെയിറ്റ് ആയതുകൊണ്ട് വലിയ അധ്വാനത്തിൻ്റെ ആവശ്യമില്ല. അതായത് ഏറ്റവും അങ്ങനെ ഇറക്കം അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. तो आप ठीक करके वो दे दूंगा. ഓ ഫട്ടേ हुए നോട്ട് को ठीक करके. ഓ ठीक है. കീറി പോകുന്ന നോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയായിരിക്കും, നല്ലത് തരും. और ये सब पॉइंट्स है पुराना वाला. ഇല്ലായിരിക്കും, അറിയില്ല. और कोई आपको पुराना कोई दिया तो आप पैसे भी दे? नहीं, ഓ भेजते हैं. ഇതാണ് മറ്റേ ചാക്കോ മാഷ് പറഞ്ഞ ഓട്ടക്കാലണ. 1 രൂപ, അത് 20 പൈസയാണ്. ഏത് 2 രൂപ? 1 രൂപ, നമ്മുടെ പഴയ 1 രൂപ. 2 രൂപ ഞാനിവിടെ കണ്ടായിരുന്നു. മറ്റേ ചളിങ്ങി കണക്കിരിക്കുന്ന ഇതാണ്ടാണ്ടേ ഇത്. അതെ, പഴയ 2 രൂപ 10 പൈസ. ആർക്കെങ്കിലും പഴയ കളക്ഷൻ ഉണ്ട്, കോയിൻ വേണമെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞങ്ങൾ മേടിച്ചു തരാം.
നമ്മളെ ഈ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ കാണില്ലേ, ഒരു വലിയൊരു കൊട്ടാരം, ആ കൊട്ടാരത്തിനെ ചുറ്റിപ്പറ്റി കുറച്ചധികം കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ സ്പൈസ് മാർക്കറ്റ് ഉണ്ടാവും, ക്ലോത്ത് മാർക്കറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫർണിച്ചർ മാർക്കറ്റ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇത് അത്തരത്തിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഇത് ഗഡോഡിയ മാർക്കറ്റിന് എന്തുവാണ് എഴുതിയിരുന്നത്, പക്ഷെ ശരിക്കും അതിന് അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്നത് മുഗൾ ഭരണകാലത്ത് ഉണ്ടാക്കിയെടുത്തൊരു മാർക്കറ്റാണ്. അതുപോലെ തന്നെ റെഡ് ഫോർട്ടിൻ്റെ അതായത് ഒരു പാലസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ സ്പൈസ് മാർക്കറ്റ്. അതായത് കൊട്ടാരത്തിലെ കിച്ചണിലേക്ക് സ്പൈസസ് എത്തിക്കാൻ വേണ്ടി അന്നത്തെ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു മാർക്കറ്റ് പോലത്തെ ഒരു ഇതാണിത്. ശരിക്കും എല്ലാ സ്ഥലം നമ്മൾ പറയില്ല, അതായത് ഓരോ സീസണിലും ഓരോ രീതിയിലും ആ സ്ഥലം ഭയങ്കര ഡിഫറെൻ്റ്. ഇതിപ്പോൾ ഇന്നത്ര അടച്ചിട്ടേക്കുന്നതുകൊണ്ടാണ്. ഇത് തുറന്ന് നിൽക്കുമായിരുന്നെങ്കിൽ ഈ പറയുന്ന വണ്ടികളെല്ലാം ഉന്തിക്കൊണ്ട് ഒരു ലോഡ് സാധനങ്ങളായിട്ട് ആൾക്കാരും തിരക്കും ബഹളവും ഒക്കെ ആയേനെ. ഇതിപ്പോൾ അടഞ്ഞ് അതെ. ഈ ഡൽഹി ഹെറിറ്റേജ് ടൂറൊക്കെ എടുത്ത് വരുന്ന ആൾക്കാർക്ക് ഈ സ്പൈസ് മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ല, 3 നില 4 നിലയൊക്കെയുള്ള കുറച്ചധികം കടകളുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അവരതിൻ്റെ മുകളിലെ നിലയിലേക്ക് അവിടെയെല്ലാം കൊണ്ടുപോകും, ഓരോ കടകൾ കാണിച്ചു കൊടുക്കും, അവർക്ക് ചായ കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനകത്ത്, അതായത് നമ്മൾ പൈസ കൊടുത്ത് സർവീസ് എടുക്കുമ്പോൾ അവരതെല്ലാം ഓക്കെ ആയിട്ട് അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കും. എന്നാൽ അതേസമയം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനെന്ന് പറഞ്ഞാൽ തന്നെത്താനെ ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ നോട്ടം ആണെങ്കിലും ഒക്കെ ഒരു ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്ത പോലെ നമ്മൾ പേടിച്ചാണ് പലതും എടുക്കുന്നത്. സത്യം പറഞ്ഞു ശരിക്കും ഇന്ന് ഷൂട്ട് ചെയ്യേണ്ടതായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാൻ. പക്ഷേ മഴ ആയതുകൊണ്ട് തിരക്ക് കുറവായിരിക്കും എന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. പക്ഷെ തിരക്ക് കുറവാണെങ്കിലും നാളെ രക്ഷാബന്ധൻ ആയതുകൊണ്ട് എല്ലാം അടവാണ് കേട്ടോ, അതുകൊണ്ട് ഒരു വൈബില്ല. എന്നൊരു സമാധാനം ഉണ്ട്. പക്ഷേ സ്പൈസ് മാർക്കറ്റ് ഉള്ളിലത്തെ മാർക്കറ്റ് മാത്രമാണ് ഓപ്പൺ അല്ലാത്തുള്ളൂ. പുറത്തുള്ള കടകളെല്ലാം തന്നെ ഒരു പൊതുവെ തിരക്ക് കുറവുണ്ട്. 80% കടകളും തുറന്നിട്ടുണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ള മാർക്കറ്റുകളൊന്നും ഫുൾ ഫ്ലഡ്ജിൽ ഇല്ലാതിരുന്നോണ്ട് തിരക്കെല്ലാം കുറച്ച് കുറവാണ്. ശരിക്കും നമ്മള് തിരക്ക് സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാനേ പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. ഒരു സ്ഥലത്ത് ഒരു 5-10 മിനിറ്റ് ഒക്കെ നിന്നാൽ തന്നെ അപ്പോഴത്തേക്കും നമ്മളങ്ങ് സ്കെച്ച് ആവുകയാണ് ശരിക്കും. ഇവിടെ തന്നെ ഇപ്പൊ എല്ലാരും നമ്മളെ തന്നെയാണ് നോക്കുന്നത്. ഇവരെന്താണ് ചെയ്യുന്നതെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ജമാ മസ്ജിദിൽ ഇപ്പോൾ ബാങ്ക് വിളിച്ചിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ തിരക്കായിരിക്കും. അവർ പ്രാർത്ഥന സമയം ആയതുകൊണ്ട് നമ്മളെ കയറ്റി വിടുമോ എന്നുള്ള കാര്യം സംശയമാണ്. പിന്നെ ജീൻസും ടോപ്പും അവിടെ പ്രശ്നമില്ല, പക്ഷെ സ്കേർട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കവർ ചെയ്തിട്ട് പോകേണ്ടി വരും തോന്നുന്നു. ഇപ്പോൾ അതിൻ്റെ ഗേറ്റ് നമ്പർ 1 നേരെ ഓപ്പോസിറ്റുള്ള ഗലിയാണ് ഞാൻ പറഞ്ഞ ഫുഡ് സ്ട്രീറ്റ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ്, നല്ലത് എന്തൊക്കെയാണ്, പിന്നെ കുറേ ചിക്കൻ ഐറ്റംസ് ഒക്കെ. ഞങ്ങൾ മട്ടൺ കഴിക്കില്ല, അലർജി ഉണ്ട്, അതുകൊണ്ട് ചിക്കൻ ഐറ്റംസ് മാത്രമേ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. എന്തൊക്കെയാണ് സ്പെഷ്യൽ, എന്തൊക്കെയാണ് ഇവിടുത്തെ അടിപൊളിയെന്ന് നമുക്ക് നോക്കാം. കുറേ പേരുടെ കയ്യിലെല്ലാം GPay ഉണ്ടെന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് കരുതിയിരിക്കും. കാരണം ഇവിടെ ഒത്തിരി തിരക്കൊക്കെ ആയതുകൊണ്ട് ചില സമയത്ത് റേഞ്ച് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ ബുദ്ധിമുട്ടാണ് നമുക്ക് ക്യാഷ് അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ എപ്പോഴും കുറച്ച് ക്യാഷ് കരുതുക. നല്ല മണം. കരീംസിലൊന്ന് കയറിയിട്ട് പോവാം. ബഹാദൂർ ഷാ സഫർ എന്ന് പറയുന്ന മുഗൾ രാജാവിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിരുന്ന ഫാമിലിയുടെ ആൾക്കാർ ഓൺ ചെയ്യുന്ന ഹോട്ടലാണ് കരീംസ്. ഇതൊരു 1913 തുടങ്ങിയ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും അധികം ആൾക്കാർ നല്ല റേറ്റിംഗ് കൊടുത്തിട്ടുള്ള ഒരു ഹോട്ടലാണ്. ഒരു തവണ ഞാൻ ഇവിടുന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. എനിക്ക് പൊതുവെ ഡൽഹിയിൽ കിട്ടുന്ന ബിരിയാണികളുടെ സ്വാദിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത്ര ഇഷ്ടമല്ല. പക്ഷെ അല്ലാതെ ഞങ്ങൾ കഴിച്ച കബാബൊക്കെ അടിപൊളിയായിരുന്നു. ഒന്നാമത് ഇതൊരു ഇടുങ്ങിയ റോഡാണ്. അതും പോരാഞ്ഞ് റിക്ഷകളും ബൈക്കും ഒക്കെ ആയിട്ട് എപ്പോഴും തിരക്കാണ് ഈ വഴിയിൽ. ഈ സ്ട്രീറ്റിൽ നമ്മുടെ ഡൽഹിയുടെ മെയിൻ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള പാനിപൂരി, കച്ചോടി ചാട്ട് ഒന്നും കിട്ടില്ലായിരിക്കാം. പക്ഷേ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അറബ്, മുഗൾ, ടർക്കിഷ് ഡെസേർട്ട്സും മെയിൻ കോഴ്സും ഒക്കെ ഇവിടെ കിട്ടും. സന്ധ്യാനിസ്കാരം കഴിഞ്ഞാൽ മിക്ക കടകളുടെ മുന്നിലും പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് ഭക്ഷണവും കൊടുക്കുന്നുണ്ട്.
പേർഷ്യൻ ഇറാനിയൻ വിഭവമായിട്ടുള്ള ഷീർമാൽ വിൽക്കുന്ന ഒരുപാട് കടകൾ കണ്ടു. ഷീർമാൽ എന്ന് പറയുന്നത് മൈദയും പാലും പഞ്ചസാരയും നെയ്യും ഒക്കെ വെച്ചുണ്ടാക്കുന്ന ചപ്പാത്തി പോലെ ഇരിക്കുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ. മെയിൻ ഇൻഗ്രീഡിയൻസിന് പുറമെ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള ഷീർമാൽ ഉണ്ടാക്കും. ഒരുപാട് റസ്കുകൾ, ബിസ്ക്കറ്റ്സ്, പിന്നെ സേമിയ പോലെ ഇരിക്കുന്ന കുനാഫോഡോ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ മൊത്തം ഫുഡ് ബ്ലോഗായി പോയെന്ന് വിചാരിക്കരുത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷോപ്പ് ചെയ്യാനാണ് വന്നെങ്കിൽ നമുക്ക് അതിന് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഷോപ്പ് ചെയ്യാണ്ട് വീഡിയോ മാത്രം എടുത്തുകൊണ്ടിരുന്ന അവർക്ക് നല്ല ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഷോപ്പിങ്ങിനായിട്ട് വേറൊരു ദിവസമേ അങ്ങനെ പോവാം. സാധാരണ ഞങ്ങൾ സ്ഥിരമായിട്ട് ചിക്കൻ ട്രൈ ചെയ്യുന്ന ഹാജി അലിയുടെയാണ്. അവിടുത്തെ ഫ്രൈഡ് ചിക്കൻ നല്ല ടേസ്റ്റ്, നല്ല അടിപൊളിയാണ്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ഇറങ്ങി അത്ര നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് അസ്ലം ചിക്കൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുള്ള അവിടുത്തെ ബട്ടർ ചിക്കനാണ് ഏറ്റവും ഫേമസ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഒരു ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തിട്ട് പിന്നെ ഒരു മാലി റൊട്ടി ഒന്നെങ്കിലും കൂടെ ബട്ടർ ചിക്കൻ കൂടെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. വേറൊരു മസാല ഫ്ലേവറാ. അതുപോലെ ഇതുണ്ടോ, നല്ല നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഉള്ളിലേക്കൊക്കെ. അസ്ലം ചിക്കനിൽ നിന്ന് ഇറങ്ങി ഇനി ജമാ മസ്ജിദ് വന്നിട്ട് ഒരിക്കലും ട്രൈ ചെയ്യാതെ പോകാൻ പാടില്ല എന്ത് മോബക്ക ഷർബത്ത്. അപ്പം അത് ട്രൈ ചെയ്യാൻ പോണ. ഇവിടെ ഒരു കൂൾ പോയിന്റ്, ഷാഹി ടുബ്ഡ ആൻഡ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു കടയുണ്ട്, അവിടെ പോയി നോക്കാം. ഇവിടെ ഇല്ല, ശരിക്കും കൂൾ ഇതെല്ലാം തോന്നുന്നപ്പോ വേറെയാണ് ശരിയാണല്ലോ, പക്ഷെ ഇവിടെ ഇല്ല. ഈ ശരിക്കും നല്ല റോസിന്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര രസമാണ്, കാരണം ഭയങ്കര റിഫ്രഷിംഗ് ആണ്. റോസിന്റെ ഫ്ലേവർ, അത് നല്ല പനിനീരിന്റെ ഫ്ലേവറും വാട്ടർമെലണും പാലും. അല്ല, ഇത് സെപ്പറേറ്റ് ഒരു സംഭവം മേടിക്കാൻ കിട്ടത്തില്ല, മറ്റേ ഒരു മിക്സ് റൂ ഹഫ്സ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു റെഡ് കളറ് ലിക്വിഡ് മേടിക്കാൻ കിട്ടും. അത് തണുത്ത പാലിൽ മിക്സ് ചെയ്ത് തണ്ണിമത്തൻ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മോബക്ക ഷർബത്തായി. അപ്പോൾ ഞങ്ങൾ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് ഓഖ്ല ബേർഡ് സാഞ്ചുറി മെട്രോയിൽ തന്നെ വന്നു. ഇനി ഒരു ഊബർ എടുത്തിട്ട് വീട്ടിൽ പോവാം. ശരിക്കും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മെട്രോയുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള കുറേ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. പക്ഷേ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. അപ്പോൾ നോയിഡയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ മെട്രോയിലോ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യാന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള കൺഫ്യൂഷനും വേണ്ട. ഓൾറെഡി ഇവിടെ കുറേ മജന്ത ലൈൻ, യെല്ലോ ലൈൻ, പിങ്ക് ലൈൻ എന്നുള്ള ഒരു 100,000 ലൈനുകളുണ്ട്. പക്ഷെ അതൊന്നും ഓർത്ത് ടെൻഷൻ ഉണ്ടായില്ല. ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, നിങ്ങൾ എവിടെ നിന്നാണോ കയറുന്നത് ആ സ്റ്റേഷൻ 2 നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് സെർച്ച് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ ഓഖ്ല ബേർഡ് സാഞ്ചുറി ടു ലാൽ കിലയാണ് അടിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്ക് ഡൽഹി മെട്രോയുടെ ഗൂഗിളിലുള്ള ഒരു ലിങ്ക് വരും. അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങണം, അത് ഏത് ലൈനാണ്, നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മാറി കയറണം എന്നുണ്ടെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലായിട്ട് ഇറങ്ങും, എന്നിട്ട് അവിടെ നിന്ന് അടുത്തത് ഏത് പ്ലാറ്റ്ഫോമിലാണ് കയറേണ്ടതെന്നെല്ലാം കാണിക്കാൻ പറ്റും, എല്ലാം കാണിച്ചു തരും. അതുപോലെ തന്നെ ഇപ്പോൾ മജന്ത ലൈൻ പോലെയുള്ളതാണെങ്കിൽ നമുക്ക് കാലിൻ്റെ ഫുട് പ്രിൻറ്റ്സ് ഉണ്ടാവും, അത് ഫോളോ ചെയ്ത് പോയാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അങ്ങനെ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ഫുഡും ചാന്ദിനി ചോക്കും ഡൽഹിയിലെ മാർക്കറ്റും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഡൽഹി സീരീസിൻ്റെ ഭാഗങ്ങൾ, കുറച്ചും കൂടെ മാർക്കറ്റ്സും കാര്യങ്ങളും ഡൽഹിയുടെ കുറേ കാഴ്ചകൾ ഇനിയും വരാനിരിക്കുകയാണ്. അതുകൊണ്ട് കാത്തിരിക്കുക.